കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ് ആയിരുന്നു. ജോബ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു ജോബിൻ്റെ വാല്യൂ കണ്ടെത്തി ആ ജോബിന് നിശ്ചയിക്കുന്ന വേജ് എത്രയാണെന്ന് കണ്ടെത്തുന്ന ഒരു മെത്തേഡായിരുന്നു ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻ്റ് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ജോബ് എടുക്കുകയാണെങ്കിൽ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജോബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണെങ്കിൽ മെറിറ്റ് റേറ്റിംഗ് ഓർ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജോലി ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ വർക്കറിന് മെറിറ്റ് അല്ലെങ്കിൽ ആ ജോലിയിൽ ആ വർക്കർ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഒരു റേറ്റിംഗ് കൊടുക്കുന്ന മെത്തേഡിനെയാണ് മെറിറ്റ് റേറ്റിംഗ് ഓർ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. Whereas job evaluation evaluates the job, merit rating assesses the merit of the person doing the job. ജോബ് ഇവാലുവേഷൻ ഒരു ജോബിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ആ ജോബ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ വർക്കറിനെ അസസ് ചെയ്യുന്നതാണ്. ജോബ് ഇവാലുവേഷൻ ഡിറ്റർമിൻസ് എ സ്യൂട്ടബിൾ വേജ് സ്ട്രക്ചർ ഫോർ ദ ജോബ് and merit rating decides the rewards an employee should get in addition to his wages depending upon his merits. ജോബ് ഇവാലുവേഷൻ വഴി നമ്മൾ ഒരു ജോബിന് സ്യൂട്ടബിൾ ആയ വേജ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നു എങ്കിൽ മെറിറ്റ് റേറ്റിംഗ് decides the rewards an employee should get in addition to his wages. wages നോടൊപ്പം അതിന് അഡീഷനായി ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട റിവാർഡ്സ് നിശ്ചയിക്കുന്നതിനാണ് മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. It is defined as a systematic and orderly approach to assess the relative worth of an employee working in an organization in terms of his job performance, integrity, leadership, intelligence, behavior, etc. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ്, ഇൻറ്റഗ്രിറ്റി, ലീഡർഷിപ്പ്, ഇൻ്റലിജൻസ്, ബിഹേവിയർ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് ആ ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് ഒരു റിലേറ്റീവ് വർത്ത്, അതായത് ബാക്കിയുള്ള എംപ്ലോയീസിനെ ആയി കമ്പയർ ചെയ്ത് ഒരു വാല്യൂ കൊടുത്ത് അതിനനുസരിച്ചുള്ള റിവാർഡ്സ് കൊടുക്കുന്നതിനെയാണ് മെറിറ്റ് റേറ്റിംഗ് ഓർ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. Methods of merit rating form a basis for wage increase, promotion, special assignments, training, transfer, discharge. ഈ മെറിറ്റ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. വേജ് ഇൻക്രീസ് ചെയ്യുന്നത്, ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്, സ്പെഷ്യൽ അസൈൻമെൻറ്റുകൾ, അതുപോലെ ട്രെയിനിങ്, ട്രാൻസ്ഫർ, ഡിസ്ചാർജ് ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്
മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. ഇത് 3 രീതിയിൽ ആണ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് മെറിറ്റ് റേറ്റിംഗ്. ഫസ്റ്റ് വൺ റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. സെക്കൻഡ് വൺ ചെക്ക്ലിസ്റ്റ് മെത്തേഡ്. തേർഡ് വൺ എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ്. അതിലെ ആദ്യത്തെ മെത്തേഡ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. It defines the merit factors to rate the employees. It divides each factor into 3 to 5 different grades of degrees like excellent, very good, fair, and unsatisfactory. Also, it imparts certain points or marks to each grade. The worth of an employee can be determined from the total points he gets for all his merit factors. അതായത് ഡിഫറെന്റ് ഫാക്ടേഴ്സ്, മെറിറ്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത്, ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റലിജൻസ്, ലീഡർഷിപ്പ്, എഫേർട്സ്, ഇനീഷ്യേറ്റീവ്, ക്യാരക്ടർ, ജോബ് നോളേജ്, എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, ഇതുപോലെയുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് ഓരോ ഫാക്ടറും 3 to 5 ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ഡിഗ്രീസ് ആയി വേർതിരിച്ച് ഓരോന്നിനും എക്സലന്റ്, വെരി ഗുഡ്, ഫെയർ, അൺസാറ്റിസ്ഫാക്ടറി എന്നുള്ള രീതിയിൽ മാർക്ക് കൊടുക്കുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ മെറിറ്റ് ഫാക്ടറിനും, അതായത് ഇന്റലിജൻസ്, ലീഡർഷിപ്പ്, ജോബ് നോളേജ്, എക്സ്പീരിയൻസ്, ഇതുപോലെയുള്ള ഓരോ മെറിറ്റ് ഫാക്ടറിനും അതിനനുസരിച്ചുള്ള പോയിന്റ്സുകൾ കൊടുക്കുന്നു. ആ പോയിന്റ്സുകൾ എല്ലാം ആഡ് ചെയ്താണ് ഒരു എംപ്ലോയിയുടെ വർത്ത്, ആ ഓർഗനൈസേഷനിൽ ആ എംപ്ലോയി ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള വർത്ത് നിശ്ചയിക്കുന്നത് ഇതുപോലെയുള്ള പോയിന്റ്സ് കൊടുത്തിട്ടാണ്. ഇതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് ചെക്ക്ലിസ്റ്റ് മെത്തേഡ്. ഇതിലെ this method uses a list of questions and several statements which are concerned with the employee performance. ഒരു ജോലിയുടെ വേരിയസ് ആസ്പെക്ട്സുകളെ കുറിച്ചും അതുപോലെ ആ ജോലി ചെയ്യാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് എംപ്ലോയിയുടെ പെർഫോമൻസിന് അനുസരിച്ച് തയ്യാറാക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ടൈപ്പ് ആയിരിക്കും. ഉദാഹരണത്തിന്, ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനിസ്റ്റിന് നോളേജ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ മെഷീനെ കുറിച്ച് അറിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ദ ക്വസ്റ്റ്യൻസ് ആർ ഓഫ് യെസ് ഓർ നോ ടൈപ്പ്. ഈ രീതിയിൽ കുറിച്ചെടുക്കുന്നു. അങ്ങനെ നോട്ട് ചെയ്ത ഓരോ ക്വസ്റ്റ്യനും ഓരോ പോയിന്റുകൾ കൊടുക്കുന്നു. ആ പോയിന്റുകൾ ടോട്ടൽ ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഒരു എംപ്ലോയിയുടെ ടോട്ടൽ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. ഇതിനെയാണ് ചെക്ക്ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഈസ് എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ 4 പേരുണ്ടെങ്കിൽ, എ, ബി, സി ആൻഡ് ഡി എന്ന് പറഞ്ഞ 4 പേഴ്സൺസ് ആണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരേപോലെ ജോലി ചെയ്യുന്ന 4 പേരുണ്ടെങ്കിൽ, ഇവർ തമ്മിൽ
കമ്പയർ ചെയ്ത് അതിലെ ആരാണോ ബെറ്റർ എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ആദ്യം A is compared with B and suppose A is better. Then A is compared with C and suppose C is better. Then A is compared with D and suppose D is better. A എന്ന് പറഞ്ഞ വർക്കറിനെ നമ്മൾ ബാക്കി 3 വർക്കേഴ്സുമായി കമ്പയർ ചെയ്തു, അതിന്റെ റിസൾട്ടും കിട്ടി. അതിനുശേഷം രണ്ടാമത്തെ വർക്കർ B is compared with C and suppose C is better, and B is compared with D and suppose D is better. മൂന്നാമത്തെ എംപ്ലോയി ആയ C കമ്പയർ ചെയ്യാൻ ബാക്കിയുള്ളത് D എന്ന് പറഞ്ഞ വർക്കറിനുമായാണ്. C is compared with D and result is C is better. So ഈ കമ്പാരിസണിലൂടെ നമുക്ക് കിട്ടുന്ന സമ്മറി എന്ന് പറയുന്നത് 3 തവണ C ഈസ് ബെറ്റർ എന്നുള്ളത് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ സമ്മറി എന്ന് പറയുന്നത് വർക്കർ C ഈസ് ബെറ്റർ ദാൻ അതർ വർക്കേഴ്സ്. ഇതിനെയാണ് എംപ്ലോയി കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 3 മെത്തേഡുകളാണ് മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസലിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്. ഒന്നുകൂടി പറയുന്നത്, ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഡിഫറെന്റ് ജോബ്സ് കമ്പയർ ചെയ്ത് ഓരോ ജോബിനും എത്ര വേജ് കൊടുക്കാമെന്ന് നിശ്ചയിക്കുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ആ ജോലി ചെയ്യുന്ന വർക്കറിനെ എടുത്ത് ആ വർക്കറിന് എത്രത്തോളം മെറിറ്റ് കൊടുക്കാം എന്നുള്ളത് നിശ്ചയിക്കുന്നതിനാണ് മെറിറ്റ് റേറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്.